എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും SRS പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വീട് പാലാ ടൗണിൽ നിന്ന് കഷ്ടിച്ചൊരു 3 കിലോമീറ്റർ മാത്രം മാറി പാലാ രാമപുരം റോഡിലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് 300 മീറ്റർ മാത്രം മാറിയിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണ്. ഈ ഒരു പ്രോപ്പർട്ടിക്ക് 17 സെന്റ് സ്ഥലമാണുള്ളത്. 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒറ്റ നല്ല വീട്. 4 ബെഡ്റൂമുകൾ, 4 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, വിശാലമായ ഹാളുകൾ, കിച്ചൺ, വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വലിയൊരു കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വറ്റാത്ത കിണറുവെള്ളമാണ് ഈ വീട് നൽകിയിരിക്കുന്നത്. വിശാലമായ മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോണൊക്കെ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ പിടിപ്പിച്ച് വളരെ മനോഹരമാക്കിയിരിക്കുന്നു. മുകൾ ഭാഗം മുഴുവൻ ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീടിന്റെ ദർശനം കിഴക്ക് ദർശനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 10 സെന്റും വീടുമായിട്ടോ അല്ലെങ്കിൽ 17 സെന്റ് വീടുമായിട്ടോ ഈ വീട് വാങ്ങാൻ സൗകര്യമുണ്ട്. 10 സെന്റിൽ നമുക്ക് കോമ്പൗണ്ടർ തിരിച്ചിരിക്കുന്നു. അതിൽ കിണറുണ്ട്. കൂടാതെ മുൻഭാഗത്തിൽ 7 സെന്റ് സ്ഥലം കൂടിയുണ്ട്. അതിൽ ഫലവൃക്ഷങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു കിണറും അതിലുണ്ട്. അപ്പോൾ 10 സെന്റായിട്ടോ 17 സെന്റായിട്ടോ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. വില ചോദിക്കുന്നത് 17 സെന്റും ഈ വീടുമാണെങ്കിൽ 1,10,00,000 രൂപയും, 10 സെന്റും സ്ഥലമാണ് വീടുമാണെങ്കിൽ 1 കോടി രൂപയും ചോദിക്കുന്നു. ഒരു വില രണ്ടും നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യങ്ങൾക്ക് ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. വീട്ടിൽ തൊട്ട് മുന്നിൽ പറ്റിയ ടാർ റോഡുണ്ട്. സ്കൂൾ ബസ്സുകളുടെ നമ്മുടെ വീടിന് തൊട്ട് മുന്നിൽ കൂടി കടന്നു വരുന്നുണ്ട്. പള്ളിയിലേക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ക്ഷേത്രത്തിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ മാത്രമാണ്. അപ്പോൾ 3 കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ CBSE സ്കൂള്, ഹോസ്പിറ്റൽ തുടങ്ങിയ സൗകര്യമെല്ലാം ഉണ്ട്. പാലാ മാർക്കറ്റിലേക്കൊക്കെ 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അപ്പോൾ ഈ വീടിന്റെ വിശദമായ വീടിലേക്ക് നമുക്കൊന്ന് പോകാം. പാലാ ടൗണിൽ നിന്ന് വളരെ അടുത്തായി മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന പുതുപുത്തൻ വീടാണിത്. 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയ മനോഹരമായ ഒറ്റ നില വീടാണ് ഈ കാണുന്നത്. അതും കിഴക്ക് ദർശനത്തിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീട്. വറ്റാത്ത കിണർവെള്ളമാണ് ഈ വീടിനുള്ളത്. അതുപോലെ തന്നെ നല്ല വിശാലമായ മുറ്റമാണ്. മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ പാകി ഗ്രാസൊക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. ടാർ റോഡാണ് വീട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന സ്ഥലം ഒരു 7 സെൻറ്റ് സ്ഥലമുണ്ട്. കൂടുതൽ സ്ഥലം വേണമെങ്കിൽ നമുക്ക് ഇതും കൂടി ചേർത്ത് 17 സെൻറ്റായിട്ട് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണിത്. RC പള്ളിയിലേക്കൊക്കെ നടന്നു പോകുന്ന ദൂരം മാത്രമേ ഉള്ളൂ. ഒരു 200 മീറ്റർ മാത്രമാണ് പള്ളിയിലേക്കുള്ള ദൂരം. അടുത്ത് പോസ്റ്റ് ഓഫീസ്, കടകൾ, അംഗൻവാടി, സ്കൂൾ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം വളരെ അടുത്തുണ്ട്. പാലാ ടൗണിലേക്ക് കഷ്ടിച്ചൊരു 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ബസ് സ്റ്റോപ്പിലേക്ക് 200 മീറ്ററുമാണ് ദൂരം. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ഒരിക്കലും ബാധിക്കില്ലാത്ത മനോഹരമായ പ്രദേശമാണ്. പാലായിലെയും പരിസര പ്രദേശങ്ങളിലെയും സ്കൂൾ ബസ്സുകളൊക്കെ നമ്മുടെ വീടിന് തൊട്ട് മുന്നിലെത്തുന്നുണ്ട്. നല്ലൊരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടാണ്. വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായി അവസാന മിനുക്കുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർ പോർച്ച്. വലിയൊരു കാർ പോർച്ച് വന്നിരിക്കുന്നു. ഒരു 5-6 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ മുറ്റത്ത് തന്നെയുണ്ട്. കൂടാതെ ഈ ഒരു സ്ഥലം കൂടി ചേർത്ത് വാങ്ങുവാണെങ്കിൽ അത് അത്യാവശ്യം ഫലവൃക്ഷങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കൂടി ചേർത്ത് 17 സെൻറ്റ് വീടുമായിട്ട് വാങ്ങാം. അതിലും ഒരു കിണറുണ്ട്. അപ്പോൾ ഈ ഒരു 10 സെൻറ്റിൽ മുറ്റത്തും കിണറുണ്ട്. ഈ കാണുന്ന പ്ലോട്ടിലും കിണറുണ്ട്. 2 കിണർ കൂടി വരും. അപ്പോൾ നല്ല സൗകര്യപ്രദമായ രീതിയിൽ, മനോഹരമായ രീതിയിലുള്ള ഏരിയയിൽ നിർമ്മിച്ചിരിക്കുന്ന പുതുപുത്തൻ വീടാണ്. വറ്റാത്ത വെള്ളമാണ് ഈ ഭാഗത്തെ ഒരു പ്രത്യേകത. പാലാ മുനിസിപ്പാലിറ്റി ബോർഡർ തന്നെയാണ്. നല്ല ഭംഗിയായിട്ട് തേക്ക് തടി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ജനലുകളും കഥകളും ഒക്കെയാണ്. നമുക്ക് ഈ വീടിൻ്റെ ചുറ്റും ഒന്ന് കാണാം. ഇതാണ് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗം. ഡോറുകളൊക്കെ തേക്കുന്നടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. മുകൾ ഭാഗം മുഴുവൻ റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട്. 3 സൈഡിൽ മോഡ്, പുറകിലേക്ക് റൂഫിംഗ് ഷീറ്റ് കൂടി കൊടുത്തിരിക്കുന്നു. ഒരു ക്ലീനിങ് കൂടിയേ ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന നല്ല മലനിരകളുടെ ഒരു വ്യൂ ആണ്. ഇല്ലിക്കക്കല്ല്, ഇലവിഴ, പൂഞ്ചിറ ഭാഗങ്ങളിലേക്കുള്ള നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു കോർണറായിട്ട് അലക്കലും അതോടൊപ്പം ടാപ്പും കൊടുത്തിട്ടുണ്ട്. വീടിന് പുറകിലേക്കും സ്ഥലമുണ്ട്. ഇനി ആവശ്യമെങ്കിൽ നമുക്ക് വാങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട്. കൂടുതൽ സ്ഥലം ഉൾപ്പെടെ വീട് വേണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് സ്ഥലം വേണമെങ്കിൽ വാങ്ങാം. നമ്മൾ കോമ്പൗണ്ടൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞ് 10 സെൻറ്റാണ് ഈ കാണുന്ന സ്ഥലം. ഇനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകാം. പില്ലറുകളൊക്കെ നല്ല ക്ലാഡിങ് വർക്കുകൾ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. സിറ്റ് ഔട്ടൊക്കെ നല്ല വീതിയേറിയ സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നു. കടന്നു വരുന്നത് വിശാലമായൊരു ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല വലിയ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. LED ലൈറ്റുകളും ഫാനുകളും എല്ലാം നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭിത്തിയിലായി TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ അടിയിലുള്ള ബോക്സുകളൊക്കെ തേക്കുന്നടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള TV യൂണിറ്റ് വന്നിരിക്കുന്നു. ഇവിടെ ഒരു വലിയ പാർട്ടീഷൻ നൽകിയിരിക്കുന്നു. ഇതെല്ലാം തടിയിൽ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. തേക്കുന്നടിയിലാണ് ഈ പാർട്ടീഷൻ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്.
പാർട്ടീഷൻ കഴിഞ്ഞ് നമ്മൾ കടന്നു വരുന്നത് അതിവിശാലം ഒരു ഹാളിലേക്കാണ്. നല്ല വലിപ്പമേറിയ ഒരു ഹാളാണ്. നമ്മുടെ ഡൈനിങ് ഏരിയ, ഫാമിലി ഏരിയ, ലിവിങ് ഏരിയയും ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗത്തായി മനോഹരമായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ കാണാം. ടേബിൾ ടോപ്പ് വാഷ് ബേസിനൊക്കെ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭിത്തിയിൽ പാർട്ടീഷനിൽ ഒരു പ്രയർ യൂണിറ്റ് കൂടി ചെയ്തിട്ടുണ്ട്. ഏത് മതസ്ഥർക്കും അവരുടേതായ രൂപങ്ങളോ അതിൽ പുസ്തകങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നു. നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. 4 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. നമുക്കാദ്യം ഈ വീടിൻ്റെ കിച്ചണിലേക്ക് പോകാം. ഒരു വുഡൻ ഷെയ്ഡിലുള്ള ഫ്ലോറിംഗ് ആണ് കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. ധാരാളം കബോർഡുകൾ നൽകിയിട്ടുണ്ട്. മുഴുവൻ തേക്കിൻ തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊരു പുതുപുത്തൻ വീടാണ്. കഴിഞ്ഞ ദിവസം പണി പൂർത്തിയായി ഇറങ്ങുന്നതുള്ളൂ. കുറച്ച് പെയിൻറ്റ് സാമഗ്രികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം സ്റ്റൗവും ഹോബുമൊക്കെ നമുക്കിവിടെ, ചിമ്മിനിയും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തേക്കിൻ തടിയിൽ പണിതിരിക്കുന്ന മനോഹരമായ കബോർഡ് വർക്കുകളെല്ലാം കാണാം. ഈ ഒരു ഭാഗത്തായി ഫ്രിഡ്ജ് വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു. കിച്ചൺ റാക്കുകളൊക്കെ ഇവിടെ ധാരാളമായി ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ കൂടിയുണ്ട്. നല്ല വലിപ്പമേറിയ ഒരു കിച്ചൺ ആണത് കാണുന്നത്. വർക്ക് ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിൻ്റ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നല്ല കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. പുറത്തേക്കുള്ള ഡോറ് ഈ ഒരു ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സിങ്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വിശാലമായൊരു കിച്ചണും വർക്ക് ഏരിയയുമാണ് ഈ വീടിനുള്ളത്. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്കൊക്കെ ഒന്ന് പോകാം. ഇതാണ് നമ്മുടെ ഹാളിൻ്റെ ഒരു വലിപ്പം. കൊടുത്തിരിക്കുന്ന ടൈൽസൊക്കെ ആണെങ്കിൽ നല്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡുള്ള മനോഹരമായ ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്. ഇതിലൊരു വലിയ കബോർഡ് കൂടി നൽകിയിരിക്കുന്നു. കതകുകളെല്ലാം തേക്കിൻ തടിയിലാണ്. ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ടാപ്പുകളും അതുപോലെ സെറാമിക് ഐറ്റംസും എല്ലാം ബ്രാൻഡഡ് ഐറ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ്. 4x2 സൈസിലുള്ള ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡ്രസ്സിംഗ് ഏരിയയിൽ വലിയൊരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. വലിപ്പമുള്ള ബാത്റൂമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗീസറിനൊക്കെയുള്ള പോയിന്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. എല്ലാ ബാത്റൂമുകളിലും ഒരു ഇതുപോലെ വാഷ് കൗണ്ടർ കൂടി ചെയ്തിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളും ഇതുപോലെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. 2 സൈഡിലുമായി ജനലുകളൊക്കെ ഉണ്ട്. AC-യുടെ പോയിന്റുകൾ എല്ലാ ബെഡ്റൂമുകളിലും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമുകൾ എല്ലാ ബെഡ്റൂമിനും ഉണ്ട്. അപ്പോൾ നല്ല സൗകര്യപ്രദമായ രീതിയിൽ പണിതിരിക്കുന്ന മനോഹരമായൊരു വീടാണിത്. ലോൺ സൗകര്യങ്ങൾക്ക് ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. RC പള്ളി അടുത്തുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. പാല ടൗണിലേക്ക് വെറും 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അങ്ങനെ സൗകര്യങ്ങളുടെ നടുക്കിലിരിക്കുന്ന മനോഹരമായൊരു പ്രോപ്പർട്ടിയാണിത്. വീടിൻ്റെ മുൻഭാഗത്തുള്ള വലിയൊരു ബെഡ്റൂമാണിത്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ചാൽ ഈ വീടും ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ക്വാളിറ്റിയൊക്കെ ബോധ്യപ്പെട്ട് ലോൺ സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വാങ്ങാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. പാല ടൗണിൽ നിന്ന് കഷ്ടിച്ചൊരു 3 കിലോമീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡോട് ചേർന്നിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണിത്. നല്ലൊരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2100 സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണം. 4 ബെഡ്റൂമുകൾ, 4 അറ്റാച്ച്ഡ് ബാത്റൂമുകളൊക്കെ ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീട്. അതും ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ക്വാളിറ്റി വീടാണ്. അപ്പോൾ ഇതിന് സ്ഥലം നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ 10 സെൻറ്റായിട്ടോ അല്ലെങ്കിൽ മുന്നിൽ കാണുന്ന 17 സെൻറ്റും കൂടി 17 സെൻറ്റായിട്ടോ വാങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട്. അല്പം കൃഷി ചെയ്യണമെന്നൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് നമുക്ക് മൊത്തം സ്ഥലമായിട്ട് വാങ്ങാൻ പറ്റും. 2 കിണറാണ് ഈ പ്ലോട്ടിലുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്ന പോലെ 17 സെൻറ്റ് വീടുമാണെങ്കിൽ 1,10,00,000 രൂപ, അതുപോലെ തന്നെ 10 സെൻറ്റ് വീടുമാണെങ്കിൽ 1 കോടി രൂപ ചോദിക്കുന്നു. 2 വിലകളും നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. താല്പര്യമുള്ളവർ ഈ താഴെക്കാട് നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീടും ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കി വാങ്ങാൻ സപ്പോർട്ട് ചെയ്ത് തരുന്നതാണ്. അതുപോലെ ലീഗൽ സർവീസുകളും ലോൺ സൗകര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.